എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഈ ഇൻട്രോ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്നലെ മായ കമൻറ്റ് പറയുക, ചേച്ചിയുടെ ഇൻട്രോ കേട്ട് ഇപ്പം ഞാനും രാവിലെ എണീക്കുമ്പം ഇന്നും ഒരു ദിവസം ദൈവം തന്നതിന് ദാനമായി തന്നതിന് നന്ദി എന്ന് പറയുമെന്ന്. അത് കേട്ടോണേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി. നമ്മളുടെ ഈ ഇൻട്രോ മുഖേനയാണേലും ഒരാളെങ്കിലും അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചല്ലേ. സത്യമല്ലേ, നമുക്കൊരു ദിവസം കൂടെ ഈ ഒരു നിമിഷം പോലും തരുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് അല്ലേ. എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. അപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ അതൊരു വളരെ നല്ലതാണ്. ഞാൻ മാത്രമല്ല, മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മായ ചെയ്തെന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മാത്രമല്ല പറയുന്നത്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, ഇനി അതിനെ ആരും ഒന്നും നെഗറ്റീവായിട്ട് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ബിജി മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനൊന്നും ആരും ചിന്തിക്കണ്ട. ഞാൻ ആ ഒരു കമൻറ്റ് കേട്ടോണ്ട് അങ്ങ് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ മീൻ മാർക്കറ്റിൽ പോയ കഥയാണ് കേട്ടോ. നേരത്തെ അഡ്വാൻസ് എല്ലാം ഞാൻ ഇവിടെ എല്ലാം സെറ്റിങ് ചെയ്ത് അങ്ങനെ പോയി കണ്ടു നോക്കുക കേട്ടോ. എന്തുവന്നേലും ഒരു രസമായി പോയി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആരും അങ്ങനെ കമൻറ്റ് വന്ന് ഞാൻ പുതിയ സബ്സ്ക്രൈബർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാമല്ലേ എത്ര സബ്സ്ക്രൈബർ കൂടുന്നുണ്ട്, എത്ര താപ്പോട്ടാവുന്നുണ്ടെന്ന്. അപ്പം ഇന്നലത്തേനേക്കാൾ ഇന്നും 2-3 പേര് കൂടി. പക്ഷേ വ്യൂസ് അങ്ങനെ അങ്ങോട്ടില്ല. ഇനിയും പഴയവരായിരിക്കത്തില്ല എന്നത് പുതിയവരായിരിക്കും. സ്ഥിരം കമൻറ്റ് എന്ന് പറഞ്ഞ കാര്യമല്ല പറഞ്ഞേട്ടാ. പിന്നെ ജയശ്രീ നായർ, അത് ജയശ്രീ എനിക്ക് ലോങ് വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടില്ലേലും ഷോർട്ട് വീഡിയോയ്ക്ക് എന്നും കമൻറ്റ് ഇടുന്നതായിരുന്നു. എന്നിട്ട് മിക്കവാറും രാത്രിയിലായിരുന്നു ശുഭരാത്രി എന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ജയശ്രീയെ കാണുന്നില്ല. പിന്നല്ലേ അങ്ങനെ പലരും ഉണ്ട്. പിന്നെ നമ്മുടെ പരിചയക്കാരെല്ലാം ഉണ്ട്. എന്ന് ഇടുന്നവരെ കണ്ടില്ലെങ്കിലേ ഒരിതല്ല, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോകുന്നത് നേരത്തെ ചിന്തിച്ചാണല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച് പെട്ടെന്ന് അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകാമല്ലേ. അതുകൊണ്ട് ഇഡലിയൊക്കെ ഇങ്ങനെ റെഡിയായി. അപ്പം ഞാൻ ഇവർക്കിന്ന് ടിഫിന് മസാല ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വലിയ ഇഡലി ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു. ചായ അവിടെ തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. അപ്പം ഇഡലി അങ്ങ് റെഡിയായി. അതൊന്ന് ഇപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ആൾക്കാർക്ക് കഴിക്കാനും ഞാൻ മസാല ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ പോൾമോൻ ഇന്ന് 9 മണിക്കാണ് ക്ലാസ്. അപ്പോൾ അവനെ ഞങ്ങൾ വിളിച്ച് ഒരു 7:30 ആയതിനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവനെ എണ്ണീപ്പിച്ചിട്ടാണ് പോയത്. അവൻ്റെ ടിഫിനെല്ലാം ഞാൻ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പോയത്. എനിക്കാണെങ്കിൽ പോകണമെന്നില്ലായിരുന്നു. കാരണം ഇന്നലെ ഈ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ തലേന്ന് ഈ റീച്ചാൽ മനഃപൂർവ്വമല്ല, ജോലി എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ഇപ്പോൾ റീച്ചാൽ ഇന്നലെ വന്ന വഴിക്ക് വണ്ടി ഇതായി, അതുകൊണ്ട് ഇത്തിരി ലേറ്റായാണ് വന്നത്. അപ്പോൾ അങ്ങ് ചൊവ്വനും ഉറങ്ങിയതും ഇല്ല. 5 മണിയാണെങ്കിൽ പിന്നെ നമുക്ക് എണ്ണീക്കുകയും വേണ്ടേ. അതുകൊണ്ട് ഞാൻ എന്തായാലും വിട്ടത് കുറച്ച് റീച്ചൻ പറ എന്നാൽ പോകണ്ട. ഞാൻ പറഞ്ഞു ഇല്ലില്ല ഞാൻ പോന്ന്. കാരണം പിറ്റേ ദിവസം ദസറയായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേന്ന് പോയി വല്ലതും കാണുമെന്നും പറഞ്ഞ് ഓടിയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കറുപ്പ് കണ്ടിട്ട് മായ കഴിഞ്ഞ ദിവസം ചോദിച്ച്, ചേച്ചി അതെന്തോ പറ്റിയതാന്ന്. അയ്യോ അത് പൊള്ളിയതാണ്, എണ്ണ തെറിച്ചതാണ്. എത്രയോ നാളായി, ഇപ്പം 2 മാസമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ടും ആ ബ്ലാക്ക് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ദേഹത്തൊന്ന് എന്തെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് തണുക്കുവോ ഇങ്ങനെ വീഴുകയൊക്കെ ചെയ്താൽ അത് പെട്ടെന്ന് അവിടെ അങ്ങ് ആ സ്കിന്നങ്ങ് ഇങ്ങനെ ബ്ലാക്ക് ആവും. എല്ലാവരുടെയും അതുപോലാണോ എന്നറിയത്തില്ല, ചിലരുടെ അങ്ങനെ. അപ്പോൾ ഇതൊരു വല്ലാത്ത വൃത്തികേട്. അതും ഈ കയ്യിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചിലർക്കത് കാണുമ്പോൾ ഒരു വല്ലാതായിരിക്കും. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു. ഇഞ്ചി ഇട്ട ചായയായി. ഇഞ്ചി താണ്ടങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പം ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പം എല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് ഒതുക്കിയിട്ടല്ല നമുക്ക് പാൻ വെക്കൂ. അന്നേരം ഇന്നത്തെ ഇല്ല വെപ്രാളത്തിന് പെട്ടെന്ന് ചെയ്തത് കൊണ്ട് എനിക്കും അന്നേരം ഒരു ഇച്ചിരി ഒന്ന് തോന്നി.
പിന്നെ അങ്ങനെ അത് എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ മുളക് പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞ് ചേർത്തില്ല. ഇച്ചിരി മുളക് പൊടി കുറഞ്ഞു പോയി മസാല. അപ്പോൾ പോള് വൈകിട്ട് വന്നെ പറഞ്ഞു, മമ്മി ഇന്നത്തെ മസാല ഇത്തിരി കുറവായിരുന്നെന്ന്. അപ്പോൾ ഇല്ല ബഹളത്തിൽ ഞാൻ ചിന്തിച്ചാൽ ടൊമാറ്റോ സോസ് കൂടെ ചേർന്നത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കുമെന്ന്. പക്ഷേ ഒരു ഇച്ചിരിയും കൂടെ മുളക് പൊടി വേണമായിരുന്നു. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതപ്പം ഞാൻ രാവിലെ അങ്ങ് തിളപ്പിക്കാനായിട്ട് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഡാഡിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പോളിനെ എണ്ണിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ഈ മാർക്കറ്റിലോട്ട് പോവാ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ. നാളെ ഇന്നാണോ തീരുന്നത്? അല്ല, നാളെയാണ് ഇത് ലാസ്റ്റ് ഡേ അല്ലേ, ഫാസ്റ്റ് തീരുന്നത്. അതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് പോയി വരാം. നീ ഇരിപ്പുണ്ട്, എന്നാലും ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം. കാന്താരി പഴുത്ത് നിൽക്കുമോ, പറിക്കാൻ പറ്റില്ല. ഇന്നിച്ചിരി വിലയായിരുന്നു, ആൾക്കാരും കുറവായിരുന്നു. 7 എണ്ണ, ആ പറഞ്ഞത് 7 അയല 500 രൂപ. പലരും പലതാ പറയുന്നത്. അല്ല ഞാൻ റീച്ചാനെ വിളിക്കും. അവര് റീച്ചാനെ വിളിക്കുക, ദാദാ ഈ മാമ. ഞാൻ റീച്ചാനെ വിളിക്കും, മാമ മാമാന്ന്. ഞാൻ റീച്ചാനെ ഒന്ന് കളിയാക്കിയതാ. ഈ അയല എന്തോലെ അയാള് തിരിഞ്ഞിടുക. ഇച്ചിരി ചതഞ്ഞെന്ന് പറഞ്ഞതൊക്കെ ഒരെണ്ണത്തിൽ അല്ലാതെ 25 എണ്ണം 400 പറയുന്നത്. ഇവിടെ അന്ന് നമ്മൾ വാങ്ങിച്ചത് ഈ പുള്ളിയുടെ 25 എണ്ണം അന്ന് വാങ്ങിച്ച 250 ഇന്നത് 350 പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇടെ 2-3 പേരുടെ ഈ വീഡിയോ യൂട്യൂബിൽ കണ്ട് മലയാളം എഴുതുന്ന കാണുമ്പോൾ ഞാൻ ആടെ എന്നാലും ഈ ഫിഷ് മാർക്കറ്റ് എന്ന് കാണുമ്പോൾ ഞാനൊന്ന് നോക്കും. അപ്പം നോക്കുകയാണെങ്കിൽ 2-3 പേര് ഇങ്ങനെ ഇത് ഈ മാർക്കറ്റിലെ മീൻ കാണിക്കാൻ വേണ്ടി മാത്രം വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവരുടെ വീഡിയോ ഞാൻ നോക്കിയിട്ട് പറയും, ചോദിച്ചാൽ അതാണ്ട മീൻ ഇന്നുണ്ടെന്ന്. അത് ആ നെയ് മീൻ ഒത്തിരി വലുതല്ല, പൊട്ട. 3 എണ്ണം 500, 6 എണ്ണം 1000. എത്ര 400? 12. इधर देखो, लो मत को जरूरी नहीं है, आपकी मर्जी की बात है. कितना लेंगे आप? इधर आओ, कुछ कम करके देगा. इधर आओ. കൊച്ചു ചൂരയാ. അത് വറ്റക്കുഞ്ഞായിരുന്നു. അന്ന് ഞാൻ വാങ്ങിച്ച ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ചെറുത് ആയിരുന്നു 150 രൂപ വാട്ട. ഇത് 600 രൂപ. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നടക്കുക. ഒന്നുമില്ലല്ലോ. ഇന്ന് താണ്ട നടക്കാനൊക്കെ ഇച്ചിരി സ്ഥലമുണ്ട്. അന്ന് വന്നുകൊണ്ട് ഒട്ടും സ്ഥലമില്ലായിരുന്നു. അന്നേരം കാണാൻ ഞങ്ങൾ ഇവരുടെ നിന്നായിരുന്നു വാങ്ങിക്കുന്നത്. പുള്ളി എന്നെ കണ്ടോണ്ടേ അപ്പുറത്ത് ആ ചെറുത് ഇരിക്കുമായിരുന്നു. വലിയതെടുത്ത് വെച്ചിട്ട് ആൻറ്റി എന്നും പറഞ്ഞ്. പുള്ളി പ്രായമുള്ള ആൾ, എന്തായാലും നമ്മളെ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. റീച്ചാനങ്ങ് മുമ്പിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞു റീച്ച വന്നു. അപ്പം പുള്ളി അതിൻ്റെ അകത്തു നിന്ന് വലുതെടുത്ത്. അപ്പം ഞാൻ ഈ ഒരു വലുതും മറ്റേതെടുത്താൽ മതിയായിരുന്നു. പിന്നെ ഇത് ഒരു ചെറുതുകൂടെ ചോദിച്ചു. അവർ 500 പറഞ്ഞ്. അപ്പം റീച്ചാൻ ബാർഗെയിൻ ചെയ്യാൻ മിടുക്കനാ. എനിക്ക് പേടിയാണ് അവിടെ നിൽക്കാൻ. റീച്ച ഒറ്റ അടിക്ക് പറയുവാ 250. അത് ഇവർ പറഞ്ഞ്
പറഞ്ഞ് അവസാനം ഇവർ ആദ്യം കൂട്ടിയേ പറയത്തുള്ളൂ ഇവിടങ്ങളിലുള്ള. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു റേറ്റ് പറഞ്ഞാൽ ആ റേറ്റാണ്, കുറച്ചൊന്നും അങ്ങനെ തരത്തില്ല. ഇവിടെ പക്ഷേ അവർ കൂട്ടി പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെ എന്ത് വന്നാലും എനിക്ക് കിട്ടാനുള്ള ചൂര കിട്ടി. പക്ഷേ ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചൻ പറഞ്ഞെന്നാൽ അത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന്. ये पूरी है 25 है, ये 400 लेते ऊपर इसमें के लिए 500 12 बोलो कौन सा ऑर्डर दो, ये दे दो ये दे दो, ये 1000 तक आएगा पूरा बटा 1000 भाईजान। ये वो नहीं है काला वाला, हम लोग डबल नहीं बोलते, डबल का माल है, आप देने का बोलते भाई। इनका 600 ചെറുതാ, ഇന്നാളി വാങ്ങിച്ചതിനൊക്കെ ചെറുതാ. ഇതുപോലുള്ള അന്ന് വാങ്ങിച്ചത്. ये 3000, इनका 1500 അതുവഴി പോവാം. അയാളെ നോക്കാം. ഇതാ ടേസ്റ്റ് ഉള്ളത്. 325 കഴിഞ്ഞ ആഴ്ച 250 കഴിഞ്ഞ ആഴ്ച ഇത് 250 രൂപയ്ക്ക് 25 എണ്ണമായിരുന്നു. ഇന്ന് 350 പറഞ്ഞു. പക്ഷേ പുള്ളി നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെ വാങ്ങിച്ചതായതുകൊണ്ട് 300-ന് തന്നു. അപ്പോൾ ഇത് വലിയതും പുള്ളി അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വലുത് വേണ്ട, ഇതായിരുന്നു ടേസ്റ്റ് ഉള്ളതെന്ന്. അപ്പം അത് 25 എണ്ണം 300 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങ് വരാമെന്ന് വെച്ചു. അപ്പം ഇനി വെളിയിലോട്ട് വന്നെണ്ണ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ രാവിലെ ആവുമ്പം ഈ റോഡരികിലെല്ലാ ആൾക്കാരിരിക്കും. പച്ചക്കറിയുണ്ടും പിന്നെ കരിയാപ്പലയൊക്കെ വിൽക്കാനാണെങ്കിലും. കാരണം രാവിലെ ഈ കടകളുടെ ഫ്രണ്ടിലാണ് അവരിയ്ക്കുന്നത്. ഈ കടകളൊന്നും രാവിലെ തുറക്കത്തില്ല. അതുകൊണ്ട് മീൻകാരാണേലും ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം നാണ്ട് ഇതെന്ന് പറയുന്നതിലെ മീനൊക്കെ വെട്ടുന്ന തടിയുണ്ടല്ലേ, അതൊക്കെ ആ കടയുടെ ഒരു ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ കട ഒരു രാവിലെ 10 മണി 9-10 മണിയൊക്കെ ആയിട്ടല്ല തുറക്കും. ആ സമയത്തൊക്കെ ഇവരങ്ങ് പോകും. പിന്നെ ഞാൻ ഇവിടുന്ന് എനിക്ക് ഇച്ചിരി കറിവേപ്പില വേണമായിരുന്നു. കറിവേപ്പിലയും വാങ്ങിച്ച് ഞങ്ങളിങ്ങ് പോരുന്നു. മീൻ മാർക്കറ്റിൽ പോയിട്ട് വന്നെയാ. ഇന്നങ്ങനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് രാവിലെ പോകണമെന്നേ ഇല്ലായിരുന്നു. രാത്രി അങ്ങനെ ഉറങ്ങിയതൊന്നും ഇല്ലായിരുന്നു. എന്നാലും നാളെയും കൂടെ എല്ലാം ഉള്ളു ഇവരുടെ ഫാസ്റ്റിങ്. ഇന്നും കിട്ടുന്നതും പറഞ്ഞ കൂടിയാണ്. എന്നാലും ചൂര കുഴപ്പമില്ലായിരുന്നു. വിലയെന്ന് പറയാം അന്നത്തേൻ്റെ അത്രയും അങ്ങോട്ട് കുറവില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ 2 ചൂരയും വാങ്ങിച്ചു. അതിൽ തള്ളാ വയ്യാത്ത മീൻ വാങ്ങിക്കാൻ കിട്ടിയോ അതുമില്ല. ഈ തള്ള് ആൾക്കാരെല്ലാം ഇങ്ങനെ കൊട്ടയും കൊണ്ട് പോയി മനുഷ്യനെ തള്ളി ഉപ്പാടായിരുന്നു ആക്കും. എന്നാലും ഞാനൊന്ന് കാണിക്കാമേ. അയ്യോ അങ്ങനെ നോക്കൂ. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്.
രണ്ടെണ്ണം കൂടെ 500 പറഞ്ഞു, 300 കിട്ടി. ഇത് കുഴപ്പമില്ല. ഞാനേ ഇതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കട്ടെ ഫ്രിഡ്ജിലോട്ട്. പിച്ചാത്തിയും കൂടെ വാത്തലയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നേ. അവിടെ ഉണ്ടല്ലോ പിച്ചാത്തി വാത്തല ചെയ്യുന്നവർ. പക്ഷേ മറന്നു. ഇന്നലെ രാത്രി മൊത്തവും ഓർത്തന്നേരം എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഇന്നങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. വരുവാ. ഗീസറിൻ്റെ സ്വിച്ച് വെളിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ റേച്ചൻ കുളിക്കുക. ഇന്ന് പോകണമെന്നറിയാമായിരുന്നല്ലോ, അതുകൊണ്ട് മീൻകറി ഇരിപ്പുണ്ട്, തോര ഇരിപ്പുണ്ട്, എന്തെങ്കിലും കറിയും കൂടെ വെക്കണം, ഒഴിച്ച് കറി. അല്ലാതെ ബാക്കിയെല്ലാം വെച്ച് ഇനി ഇച്ചിരി ചോറും കൂടെ വെക്കണം. അപ്പം ഇതിന് പോയിട്ട് വന്നാൽ പിന്നെ ഈ മീനെല്ലാം ഇറക്കി ഒതുക്കിയൊക്കെ വരുമ്പോഴത്തേക്കിന് വരുന്നോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇതൊക്കെ മീൻ ഇച്ചിരി കൂടുതൽ കറി വെച്ചായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നത്തേക്കിനും കാണും. അത് വാലൂടെ ഉണ്ടെങ്കിൽ നീളം കൂടുതൽ, അതുകൊണ്ട് ഞാൻ ആ വാല് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെക്കാമെന്ന് വെച്ച്. ലാസ്റ്റ് ടൈം 25 അയല 250 കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം 350 പറഞ്ഞ് നമ്മൾ അന്നും വാങ്ങിച്ചതായതുകൊണ്ട് 300 തന്നു. നല്ല ഇല, ചെറുതാണേലും നല്ല ഇല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞ് ചേമ്പുണ്ടല്ലേ, അത് വാങ്ങിച്ചായിരുന്നു. അത് കറി വെക്കാമെന്നും പറഞ്ഞ് അതൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മീനൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് അമ്മയെ ഫോൺ ചെയ്ത്. അപ്പോൾ അമ്മയടുത്ത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു കുഞ്ഞ് ചേമ്പുണ്ട്, അതൊന്ന് കറി വയ്ക്കാൻ പോകാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ ചൊറിയുമോ എന്ന് ചോദിച്ചാൽ. അമ്മ അറിയത്തില്ല അമ്മേ, ഇവിടെ ഉള്ളത് ഇതുവരെ അങ്ങനെ ചൊറിയുന്നേ അല്ലായിരുന്നെന്ന്. അമ്മ പറയുന്ന ഒരു കാര്യം ചെയ്യ്, ഒരു കഷ്ണം തോട്ടുപുളിയും കൂടി ഇടാൻ. അപ്പോൾ അത് ചൊറിച്ചിലൊന്നും വരാതിരിക്കാൻ ഇങ്ങനെ ഈ തോട്ടുപുളി ഇട്ടാൽ ആ ചൊറിച്ചിൽ മാറുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തു വന്നാലും ഞാനൊരു തോട്ടുപുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് വേവിക്കാൻ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി വേണമെന്ന്. ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ ചപ്പാത്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ അപ്പച്ചന് കൊടുക്കാനായിട്ടേ. ഞാൻ മീനെല്ലാം എടുത്തു കഴിഞ്ഞ് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കുളിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നുണ്ടേ. പ്രൈസൻ ഇവിടെ കിടക്കുക. രാത്രി ഞാൻ മൊത്തം എനിക്ക് എഡിറ്റ് ചെയ്യാം. കുറച്ച് ഞാൻ ചെയ്തിട്ട് പിന്നെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം സമയം 10:50 അന്നേരം ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് നിൽക്കുക, ആഹാരത്തിന് എന്തുവാ ചൊറിയുന്നത്? ഞാൻ പറഞ്ഞ ആഹാരത്തിനല്ല, അന്നൊരു കറി വെച്ച അതിനാണ്. പക്ഷേ ആ കറി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇവിടെ എല്ലാവരും കഴിക്കുകയും ചെയ്ത്. ആർക്കും അങ്ങനെ അങ്ങോട്ട് മനസ്സിലായില്ല. മോര് കറിയാണെന്നും പറഞ്ഞാൽ പോളിരുന്നു. പക്ഷേ അത് കഷ്ണങ്ങളുണ്ട്, എന്നാലും അവനത് മനസ്സിലായില്ല. എന്തോ ഞാൻ കഷ്ണം ഇട്ടെന്ന് അറിഞ്ഞത്. ആ പുളി ഉണ്ടായിരുന്നു, അപ്പോൾ മോരായിട്ട് തോന്നും. ചിലർ ഇതിൽ തൈര് ഇങ്ങനെ ഉടച്ച് മോരൊഴിക്കും. അപ്പോൾ ഇതിന് പുളി ഉള്ളത് കൊണ്ട് ആ തോട്ടുപുളി ഇട്ടപ്പോഴത്തേക്കിന് നല്ല അതിൻ്റേതായിട്ടൊരു രുചി. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഞാൻ ഇച്ചിരി ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ല ടേസ്റ്റ് തോന്നി. എന്നിട്ട് ഞാൻ ഇച്ചിരി വെറുതെ എടുത്ത് കോരി കുടിച്ചു, ഒരു പാത്രത്തിൽ എടുത്തിട്ട്. എനിക്കങ്ങ് അത്രയ്ക്ക് ആ ടേസ്റ്റ് അങ്ങ് ഇഷ്ടമായി. ഇപ്പം കഷ്ണങ്ങളൊക്കെ വെന്തായിരുന്നു. ഞാൻ ആ പുളി എടുത്തിങ്ങ് മാറ്റിയിട്ട് അതൊന്ന് ഉടച്ചെടുക്കട്ടെ, നന്നായി ഒന്ന് ഉടച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാനത് ചട്ടിയിലൊന്ന് മാറ്റിയേ. ചട്ടി മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി തേങ്ങ, ഒരു വെളുത്തുള്ളി, ഇച്ചിരി ജീരകം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തായിരുന്നേ. അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി, ഇതിപ്പോൾ ചൂടോടെ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുവാണെങ്കിൽ തണുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതങ്ങ് നന്നായി അങ്ങ് കുറുകിയായിരുന്നു. ചേമ്പല്ലേ, അന്നേരം അതൊന്നുകൂടെ ഒന്ന് കുറുകും. അപ്പം ഞാനിതിൻ്റെ തേങ്ങയും ഒരു വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഒന്ന് അരച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് കടുക് കൂടെ വറുത്ത് ചേർക്കുന്നുണ്ടേ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും.
ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.